ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇയാളായിരിക്കും അംബിക മാഡത്തിന്റെ ഹസ്ബൻഡ്. അല്ല, ഈ ഫോട്ടോ ആരുടേതാ? ഇതാണ് നമ്മൾ ജഗന്നാഥ് സാറ്, പ്രതാപവർമ്മ സാറിന്റെ ഉറ്റ ചങ്ങാതി. എടി സുജേ, സുജേ, മോൻ എന്താ ഈ തെരയുന്നത്? എനിക്ക് സത്യം പറഞ്ഞ ശീലം മാത്രമല്ല, എന്റെ ഈ അന്വേഷണത്തിന് അമ്മാവന്റെ സഹായം കൂടി ആവശ്യമുണ്ട്. കുറുപ്പമാവ, ഞാൻ അന്വേഷിക്കുന്നത് എന്റെ ഭാര്യയുടെ അമ്മയാ. പത്മാവതി വർമ്മയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങള് എനിക്കറിയേണ്ടതായിട്ടുണ്ട്. അതെവിടെ ഉണ്ടെന്ന് കണ്ടെത്തണം. എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല മോനെ. കൊച്ചുതമ്പുരാട്ടി എവിടെയാണെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. പിന്നെ ഇവിടെ തിരഞ്ഞിട്ട് ഒന്നും കിട്ടുമെന്നും തോന്നണില്ല. 10-24 കൊല്ലം മുമ്പ് ഇവിടെ വിട്ടതല്ലേ, പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അമ്മ എവിടേക്ക് പോകാനാണ് സാധ്യതയെന്ന് അമ്മാവൻ എന്തേലും ഐഡിയ ഉണ്ടോ? ഒരു ഐഡിയ ഇല്ല. പ്രതാപവർമ്മ സാറും പത്മാവതി തമ്പുരാട്ടിയും തമ്മിൽ പിരിയുമെന്ന് ആരും വിചാരിച്ചതല്ല. കാരണം അത്രക്ക് ഇഷ്ടമായിരുന്നു അവര് തമ്മിൽ പിരിഞ്ഞത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മ പഠിച്ചതൊക്കെ അതല്ല, എറണാകുളത്താ. സ്കൂളും കോളേജും എല്ലാം അവിടെ തന്നെയായിരുന്നു. കോളേജിലെ ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് എന്തേലും ഐഡിയ ഉണ്ടോ? ഇതൊന്നും എനിക്കറിയില്ല മോനെ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇത്രയ്ക്ക് സ്വഭാവ മഹിമയുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. ഇയാളായിരിക്കും അംബിക മാഡത്തിന്റെ ഹസ്ബൻഡ്. അല്ല, ഈ ഫോട്ടോ ആരുടേതാ? ഇതാണ് നമ്മൾ ജഗന്നാഥ് സാറ്, പ്രതാപവർമ്മ സാറിന്റെ ഉറ്റ ചങ്ങാതി.
അല്ല, നിന്റെ അമ്മായിമ്മ പഴയതുപോലെ ആഹാരത്തോട് നിർബന്ധമൊന്നും കാണിക്കുന്നില്ലല്ലോ. അല്ല, പച്ചക്കറി ആണെങ്കിലും ഇപ്പൊ കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പൊ പഴയതുപോലെ ഇവിടെ ചെലവാവില്ലെന്ന് അവർക്കറിയാം. അതാ ആ വക വേലയൊന്നും ഇവിടെ ഇറക്കാത്തത്. എടീ, കഴിഞ്ഞ ദിവസം നിന്റെ അമ്മായിയമ്മ ഇവിടെ പാടി നടക്കണുണ്ടല്ലോ. പണ്ടെന്നായിയുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. അതെന്റെ അമ്മായിയച്ഛന്റെ ഓട്ടം തുള്ളല് കണ്ടുപിടിച്ചതാ. ആ ഹോ, ആ മനുഷ്യനെ ഇവരെന്തോരോട്ട് തുള്ളിച്ചു കാണും. എടേ, കല്യാണ സൗഗന്ധികമൊന്നും പറിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. വല്ല കോഴിക്കോ പോത്തിനോ വേണ്ടി ഓടിച്ചിട്ടുണ്ടാവും. ദേ വരുന്നുണ്ട്, വിഷയം മാറ്റിക്കോ. ആ എന്റെ ജീവിതം പൂച്ച നക്കി. ഏ? ആകെ ഒരു നിരാശ. എന്തോ പറ്റി? ആയ കാലത്ത് വല്ല പ്രണയമോർത്താണോ നിരാശ? ഒന്ന് പോച്ചാ. ആ. മനസ്സ് ഒരുമാതിരി വവ്വാല് കടിച്ച പേരയ്ക്ക പോലെയായി. ഓ. ചാകണം ചാകണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എനിക്ക്. അതിപ്പോ ജയന്റെ അമ്മ ആലോചിക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യ. വിഷം മേടിച്ച് തിന്നാനാണെങ്കിലും ഒരു 100 രൂപ കാശ് കയ്യിൽ വേണ്ടേ? ഉള്ളതെല്ലാം പുട്ടടിച്ചു. മരിക്കാൻ 100,000 വഴികൾ വേറെയുണ്ട്. ഞാൻ അതൊക്കെ ആലോചിച്ചതാ. പക്ഷേ പല പലതരം പ്രശ്നങ്ങളാ. അറബിക്കടലിൽ ചാടി ചാവാന്ന് വിചാരിച്ച്. യോ എന്റെ ദൈവമേ, ശ്വാസം മുട്ടത്തില്ലേ? അല്ല, എന്നാ പിന്നെ ആരോടെങ്കിലും കടം വാങ്ങി വല്ല നഞ്ചോ നാരങ്ങയോ വാങ്ങിച്ച് തിന്നാന്ന് കരുതി. അപ്പോഴും ഒരു പ്രശ്നം. എന്ത് പ്രശ്നം? എനിക്ക് ഇതൊക്കെ തിന്നാല് മനം പെരട്ടും. ബലത്തില് മരിക്കാനൊരു ഉദ്ദേശമില്ല. അയ്യടാ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി. നല്ല ഒന്നാം തരം ഒരു ജന്മം ദൈവം എനിക്ക് തന്നു. അകലേ നോവിനാലേ